ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്നത് കുമ്പളങ്ങയും മാങ്ങയും കൊണ്ടുള്ള ഒരു കറിയായിട്ടാണ് കേട്ടോ. കുമ്പളങ്ങയും മാങ്ങയും. അപ്പോൾ ഇത് കുമ്പളങ്ങൻ്റെ എല്ലാം എടുക്കത്തില്ല, അതിന് കുറച്ചെടുക്കും. ഈ ഒരു മാങ്ങ എടുക്കും. ഇത് വെച്ചുള്ളൊരു കറിയാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ കുമ്പളങ്ങ കുറച്ച് കട്ട് ചെയ്ത് എടുക്കാം. കുറച്ച് മതി, ഇത്രയും എടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് ചെറുതാക്കി എടുത്തിട്ട് വരാം. തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി എടുത്തിട്ട് വരാം. കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലിട്ട് ഇത് വേവാനായിട്ട് വരും. ഇതിൽ കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇത് നെകക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് വേഗം വരും. കുറച്ച് വെള്ളം മതി, മുങ്ങി നിൽക്കത്തക്ക വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അടുപ്പിൽ വെച്ച് വേവിക്കാം. ഇതിൻ്റെ അരപ്പൊന്ന് നോക്കാം. ഇതിൻ്റെ അരപ്പ്: 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. ഇത്രയാണ് നമ്മൾ അരപ്പായിട്ട് അരച്ച് ചേർക്കുന്നത്. നല്ലതുപോലെ വടിയെ അരച്ച് വേണം ഇത് ചേർക്കാനായിട്ട്. അപ്പം ഇനി നമ്മൾ കുമ്പളങ്ങ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, വെന്ത് വരട്ടെ. കുമ്പളങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. നമ്മുടെ കുമ്പളങ്ങ വേവായിട്ടുണ്ട്. ഈ സമയം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയും കൂടെ വെന്ത് വന്നിട്ട് വേണം അരപ്പിടാനായിട്ട്. അപ്പോൾ മാങ്ങയൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ മാങ്ങ വെന്തോന്ന് നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് അരപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവണ്ട, ഒരുപാട് കുറുകിയിരിക്കുകയും വേണ്ട. ആ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഉപ്പ് കറക്റ്റാണ്, വെന്ത് വരട്ടെ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് കടുക് വറുത്ത് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. കടുക് വറുക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കും. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി ആയിരുന്നത്. ഉള്ളി ഒരു പകുതി മൂപ്പാവും. 2-3 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുക്കും. ഉള്ളി ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മുളകൊന്ന് മൂക്കട്ടെ. ഞങ്ങൾ സ്റ്റവ് ഓഫ് ചെയ്യാം. കറിവേപ്പില ഇട്ട് കൊടുക്കും. നമുക്കിത് ഇനി കറിയിലേക്ക് ഒഴിക്കും. നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയും കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.